കേരളത്തിലുള്ള നമ്മൾ ഒരു തവണയെങ്കിലും യാത്ര ചെയ്തിരിക്കേണ്ട റോഡാണ് മൂന്നാർ പൂപ്പാറ ക്യാപ്പ് റോഡ്. 32 കിലോമീറ്ററാണ് ഈ റോഡിൻ്റെ നീളം. 2 മലകൾക്കിടയിലൂടെയുള്ള റോഡാണിത്. അതുകൊണ്ടാണ് ഇതിനെ ക്യാപ്പ് റോഡ് എന്ന് വിളിക്കുന്നത്. വീഡിയോയിൽ ഞാനും കൂടി വരാൻ വേണ്ടി ഒരു കണ്ണാടിയൊക്കെ ഇട്ട് ഞാനിങ്ങനെ പോസ് ചെയ്തു. എൻ്റെ കൂട്ടുകാരനടിച്ച കമൻറ്റ് കേട്ട് എൻ്റെ കിളി പോയി. അമ്മാതിരി കമൻറ്റാണ് അവൻ അടിച്ചത്. ഈ സ്ഥലമാണ് ക്യാപ്പ് റോഡിലെ പെരിയ കനാൽ. ആ കാണുന്നത് ഒരു തേയില ഫാക്ടറിയാണ്. തേയിലയുടെ നല്ല മണമാണ് ഇവിടെ നിൽക്കുമ്പോൾ. വെള്ളച്ചാട്ടവും ആനയിറങ്കൽ ഡാമും തേയിലത്തോട്ടവും മലൈക്കണ്ണൻ ഗുഹയും നിരവധി വ്യൂ പോയിൻ്റുകൾ ഉള്ള അടിപൊളി ഒരു വഴിയാണ് ഈ ക്യാപ്പ് റോഡ്. വരുന്നത് നമ്മുടെ സ്വന്തം KSRTC ആണ്. രാവിലെ 6 മണിക്കും 9 മണിക്കും ഉച്ചയ്ക്ക് 12:30ക്കും വൈകിട്ട് 4 മണിക്കും സർവീസുണ്ട്. താഴെ ഇരുന്ന് പോകുന്നതിന് 200ഉം മുകളിൽ ഇരിക്കുന്നതിന് 400ഉമാണ് ചാർജ്. വരുന്നതാണ് തേയില ഫാക്ടറിയിലേക്ക് തേയില നുള്ളാനുള്ള വണ്ടി. എനിക്കിത് കാണുമ്പോൾ ഒരു കാർട്ടൂണാണ് ഓർമ്മ വരുന്നത്. പൊടിമഴയും മഞ്ഞും തണുപ്പും നല്ല രസമാണ് ഇതിലൂടെ യാത്ര ചെയ്യാൻ. ഇപ്പോൾ നമ്മൾ പോകുന്നത് ചിന്നക്കനാലിലേക്കാണ്. ക്യാപ്പ് റോഡിലുള്ള ചിന്നക്കനാൽ നമ്മുടെ അരിക്കൊമ്പൻ്റെ സ്വന്തം സ്ഥലം. അവിടെ ഒരു വാട്ടർഫാൾസ് ഉണ്ട്. ഇതാണ് ചിന്നക്കനാൽ വാട്ടർഫാൾസ്. നല്ല പൊക്കത്തിൽ നിന്നാണ് ഈ വെള്ളം വീഴുന്നത്. പക്ഷേ നമുക്ക് ക്യാമറയ്ക്കകത്ത് കാണുമ്പോൾ അത്ര പൊക്കം തോന്നുന്നില്ല. മാത്രമല്ല നമ്മൾ വണ്ടിയിൽ വരുമ്പോൾ ദൂരെ നിന്നേ ഈ വാട്ടർഫാൾസ് കാണാൻ സാധിക്കും. അങ്ങനെ കുറേ ആൾക്കാർ അവിടെ നിന്ന് എന്തൊക്കെയോ കഴിക്കുന്നുണ്ട്. ചോളം, പൈനാപ്പിൾ, മാങ്ങ എന്നിങ്ങനെ പല ഐറ്റംസ് അവിടെ വാങ്ങിക്കാൻ കിട്ടും. ഇനി നമ്മൾ പോകുന്നത് ആനയിറങ്കൽ ഡാമിലേക്കാണ്. ഇതാണ് ആനയിറങ്കൽ ഡാം. ഇത് ക്യാപ്പ് റോഡിൽ നിന്നും ദൂരെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ നമുക്ക് 1.5 കിലോമീറ്റർ ചെറിയ റോഡിലൂടെ സഞ്ചരിച്ചാൽ ഈ ഡാമിനടുത്തും പോകാൻ പറ്റും. ഇത്രയാണ് മൂന്നാർ പൂപ്പാറ ക്യാപ്പ് റോഡിലെ വിശേഷങ്ങൾ. 40 രൂപയുടെ ടോളുണ്ട്. പിന്നെ ഈ റോഡിനകത്തൊരു മലൈക്കള്ളൻ ഗുഹയെന്ന് പറഞ്ഞൊരു ഗുഹയ്ക്കകത്ത് ഞാൻ കയറുന്നതൊക്കെ ഒരു വീഡിയോ എടുത്തായിരുന്നു. അത് കയ്യിൽ നിന്ന് പോയി. നിങ്ങൾക്ക് വരുമ്പോൾ ആ ഗുഹയും കൂടെ കാണാൻ പറ്റും. താങ്ക് യു.